ഹായ് ഫ്രണ്ട്സ്, മാജിക് ഒനിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷനറി കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് ആണ്. അതെങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ അരിയിൽ നെല്ലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് ഇളം ചൂടുവെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. ഇളം ചൂടുവെള്ളത്തിൽ അരി നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കണം. അതിനുശേഷം അടുപ്പത്ത് വെള്ളം വെച്ച് അത് തിളച്ചതിന് ശേഷം കഴുകി വെച്ച അരി അതിലേക്ക് ഇടണം. ഇനി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ ഉപ്പാണ് അരിയിലേക്ക് ഇടുന്നത്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. അരി ഒത്തിരി വെന്ത് പോകാതെ ഊറ്റിയെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഒത്തിരി നേരം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് വെക്കരുത്, അതിൻ്റെ അടിഭാഗം വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 100 ml ഡാൽഡ ഒഴിക്കാം. നമ്മൾ എടുത്തേക്കുന്ന അരിക്ക് അനുസരിച്ചാണ് ഡാൽഡ ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറിയ 4 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് നമുക്ക് ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. എന്നാൽ ഞാൻ മെയിനായിട്ട് ക്യാരറ്റും ബീൻസും മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത്. വെജിറ്റബിൾസിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തു. റൈസിൽ നമ്മൾ നേരത്തെ 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിരുന്നു. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സോയാ സോസ് ആഡ് ചെയ്യാണ്. 5 ടീസ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ റൈസിനനുസരിച്ച് വേണം സോസ് ആഡ് ചെയ്യാനായിട്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി എസൻസ് കൂടെ ആഡ് ചെയ്യാം. പൈനാപ്പിൾ എസൻസ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുത്ത് അത് നമ്മൾ റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ റേഷനറി കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാതെ ഇരിക്കാനായിട്ട് അടപ്പിൻ്റെ മുകളിലേക്ക് കനൽ കൂടി ഇട്ട് കൊടുക്കാം. താഴെയും മുകളിലും കനൽ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള റേഷനറി കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചത്. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ നമ്മളെ എഴുതി അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.